റാഞ്ചിയിൽ സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമായി എന്ന റിപ്പോർട്ടുകൾ ലഭിക്കുന്നു. വിദ്യാർത്ഥികൾ നിയമസഭാ പരിസരത്ത് പ്രവേശിച്ചിരിക്കുന്നു എന്ന വാർത്തകളാണ് നമുക്ക് ലഭിക്കുന്നത്. നമുക്കറിയാം, ജാർഖണ്ഡിലെ റാഞ്ചിയിൽ വിദ്യാർത്ഥി പ്രതിഷേധം വലിയ രീതിയിൽ തുടരുകയാണ്. നിയമസഭ വളഞ്ഞ വിദ്യാർത്ഥികൾ നിയമസഭയുടെ പരിസരത്ത് പ്രവേശിച്ചു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. JPSC പരീക്ഷാ ക്രമക്കേടുകളും ചോദ്യപേപ്പർ ചോർച്ചയും CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ജാർഖണ്ഡിന്റെ തലസ്ഥാനമായിട്ടുള്ള റാഞ്ചിയിൽ ആരംഭിച്ച വിദ്യാർത്ഥി പ്രക്ഷോഭം തിങ്കളാഴ്ച അതിന്റെ ഉച്ചസ്ഥായിയിലെത്തി. അസംബ്ലി സീജ് മാർച്ചിനിടെ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ എല്ലാ സുരക്ഷാ ബാരിക്കേഡുകളും തകർത്ത് ജാർഖണ്ഡ് നിയമസഭാ പരിസരത്ത് പ്രവേശിച്ച് 1-ാം നമ്പർ ഗേറ്റിൽ തടിച്ചുകൂടി എന്നുള്ളതാണ് റിപ്പോർട്ട്. മാർച്ച് തടയാൻ പോലീസ് റോഡുകളിൽ കമ്പിവേലികളും കനത്ത ബാരിക്കേഡുകളും സ്ഥാപിച്ചിരുന്നു. എന്നാൽ കോപാകുലരായിട്ടുള്ള വിദ്യാർത്ഥികൾ വെറും കൈകൾ കൊണ്ട് കമ്പി ഉയർത്തിയ കമ്പിയെ എടുത്തു മാറ്റുകയായിരുന്നു. വിദ്യാർത്ഥികൾ സ്ഥിതിഗതികൾ വളരെ രൂക്ഷമായതിനെ തുടർന്ന് അസംബ്ലിയുടെ പരിസരത്തേക്ക് പ്രവേശിച്ചു. നൂറുകണക്കിന് വിദ്യാർത്ഥികൾ നിയമസഭാ പരിസരത്ത് പ്രവേശിച്ചു. ചില പ്രതിഷേധക്കാർ റോഡിൽ ഉറങ്ങാനും സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളിക്കാനും തുടങ്ങി എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. മറ്റ് ജില്ലകളിലെ പോലീസ് ഉദ്യോഗസ്ഥരെ കൂടെ റാഞ്ചിയിലേക്ക് എത്താൻ ഇതേ തുടർന്ന് ജാർഖണ്ഡ് ഭരണകൂടം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ അസംബ്ലിയിലേക്ക് നീങ്ങിയ വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് കണ്ണീർവാതക ഷെല്ലുകൾ പ്രയോഗിച്ചു. എന്നാൽ പിരിഞ്ഞു പോകുന്നതിന് പകരം വിദ്യാർത്ഥികൾ വീണ്ടും ഒത്തുകൂടി പോലീസിനെ നേരിട്ടു. വിദ്യാർത്ഥികളുടെ ബാഹുല്യം കണക്കിലെടുത്ത് അസംബ്ലി സമുച്ചയത്തിൽ സുരക്ഷ ശക്തമാക്കി. ലഭിച്ച വിവരങ്ങളനുസരിച്ച് സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമാകുന്നതായി കണ്ടപ്പോൾ ജാർഖണ്ഡിലെ മറ്റ് ജില്ലകളിലെ പോലീസിനോട് ഉടൻ തന്നെ റാഞ്ചിയിലെത്താൻ ഭരണകൂടം ആവശ്യപ്പെടുകയാണ് ചെയ്തത്. കനത്ത ബഹളത്തിനും സംഘർഷത്തിനും കണ്ണീർവാതക പ്രയോഗത്തിനും നടുവിലാണ് ജാർഖണ്ഡ് നിയമസഭയുടെ ഇന്നത്തെ സമ്മേളനം അവസാനിച്ചത്. നടപടികൾ നിർത്തിവച്ച ശേഷം നിയമസഭയുടെ 1-ാം നമ്പർ ഗേറ്റിലിരുന്ന പ്രക്ഷോഭകാരികളായ എല്ലാ വിദ്യാർത്ഥികളോടും സമാധാനം നിലനിർത്താനും അവരുടെ വീടുകളിലേക്ക് മടങ്ങാനും റാഞ്ചി പോലീസ് പരസ്യമായി ആഹ്വാനം ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.